والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പും നിർവഹിക്കുന്ന എല്ലാ ആരാധനകളും ഇഖ്ലാസുള്ള കർമ്മങ്ങളായി അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനുമായി ബന്ധപ്പെട്ട ഈ നസീഹത്തിൽ ഇന്ന് കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നാം നോൽക്കുന്ന നോമ്പും നിർവഹിക്കുന്ന നിസ്കാരം, നൽകുന്ന ദാനം, സദഖ, മറ്റ് എല്ലാ ആരാധനകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്കിടയിലുള്ള നെറ്റ്വർക്ക് അത് ക്ലിയറായിരിക്കണം. ഇവിടെ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബങ്ങൾ, ബന്ധുക്കൾ തമ്മിലുള്ള ആ നല്ല ബന്ധമാണ്. എല്ലാവരുമായി രക്തബന്ധമുള്ളവരോടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും നല്ല നിലയിൽ പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കുക. അല്ലാതെ നമ്മൾ പള്ളിയിൽ പോയിട്ട് എത്ര തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ഉറ്റവരോടും ഉടയവരോടും നല്ല ബന്ധത്തിലല്ല നാമെങ്കിൽ ആ പ്രാർത്ഥന ആ പള്ളിയുടെ മസ്ജിദിൻ്റെ മേൽക്കൂര വിട്ട് ഉയർന്നു പോകില്ല എന്ന തികഞ്ഞ തിരിച്ചറിവാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ആ അല്ലാഹുവെ സാക്ഷിയാക്കിയാണ് നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്. വൽ അർഹാം എന്നാണ് പിന്നെ പറയുന്നത്. കുടുംബ ബന്ധം തകരുന്നതിനെയും സൂക്ഷിക്കണം. അപ്പോൾ പലയിടത്തും വിശുദ്ധ ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ഇത് സംബന്ധമായി നിരവധി പ്രസ്താവനകൾ നമുക്ക് കാണാം. ബന്ധങ്ങൾക്ക് പോറേൽക്കാതെ കൊണ്ടുപോവുക എന്നതാണ് ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസറിഹി ഫലിയസിൽ റഹിമഹു എന്ന്. അഥവാ മൻ അഹബ്ബ, ആരെങ്കിലും ആഗ്രഹിക്കുന്നു, അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, തൻ്റെ ഉപജീവനത്തിൽ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒപ്പം വയുൻസഉ ലഹു ഫീ അസറിഹി, തൻ്റെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകണമെന്നും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫലിയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ്. ആയുസ്സിൽ ബർക്കത്ത്, ഉപജീവനത്തിൽ വിശാലത, ഈ രണ്ട് കാര്യങ്ങൾക്ക് നല്ല ബന്ധങ്ങളോടെ നാം ജീവിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മമാരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കുടുംബ ബന്ധം ഈ പശ പോലെയാണെന്ന്, ഒട്ടി നിൽക്കണമെന്നാണ് അല്ലേ. പക്ഷെ ഇപ്പം ഇന്ന് ഈ പുതിയ കാലത്ത് പലരും വിചാരിക്കുന്നത് നമ്മുടെ ഈ ഫേസ്ബുക്കിലെ ഈ അൺഫ്രണ്ട് എന്ന് പറയുന്ന മാതിരി ചെറിയ ഒരു തർക്കം മതി, അപ്പം തന്നെ ബ്ലോക്കാക്കും അല്ലേ, അൺഫ്രണ്ടാക്കും. ചെറിയൊരു വിഷയം വേണ്ട, ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലാണ് സഹോദരന്മാർ തമ്മിലുള്ള പിണക്കം, സഹോദരിമാർ തമ്മിലുള്ള പിണക്കം. ഇപ്പം നമ്മൾ റമളാൻ വരുന്നു, നമ്മൾ ലോകത്തിൻ്റെ പല ദിക്കിലുമുള്ള ആളുകൾക്ക് നമ്മൾ റമളാൻ കരീം വാട്സപ്പ് സന്ദേശം അയക്കും. പെരുന്നാൾ വരുന്നു, നമ്മൾ ഈദ് മുബാറക്ക് പറയും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നൊക്കെ പറയും. പക്ഷേ ഈ വാട്സപ്പ് അയക്കുന്ന ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ജ്യേഷ്ഠനോട് മിണ്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട് അല്ലേ. തൻ്റെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് അവൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ
ഈ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളൊക്കെ വലിയ തത്വചിന്തകന്മാരായി വലിയ മാന്യന്മാരായി നടിക്കുന്ന പല ആളുകളും ഇല്ലേ, ഒരു 10 പൈസ സഹോദരിക്ക് കൊടുക്കില്ല. ഒരു ബന്ധവും അവർ തമ്മിലില്ല. ചിലരുടെ രീതി തന്നെ ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ടും ബന്ധം എന്നാണ്. ഇങ്ങോട്ട് വല്ലതും തന്ന് അങ്ങോട്ടും വല്ലതും കൊടുക്കാം. ഇങ്ങോട്ട് വിളിക്കുമെങ്കിൽ അങ്ങോട്ടും വിളിക്കാം. ഇങ്ങോട്ട് വരുമെങ്കിൽ അങ്ങോട്ടും പോകാം. ഇല്ലേ, ഓല് വരുന്നില്ലല്ലോ, പിന്നെ നമ്മളെന്തിനാ പോകുന്നത്? അങ്ങനെ നമ്മളെ വിചാരം. എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ, അവൻ ഷാറി, അവൻ എത്ര കാലം ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല, അപ്പം ഞാൻ ഇതിനെ വിളിക്കുന്നത്. ഇതാ നമ്മുടെ ധാരണ, നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബന്ധം വിച്ഛേദിച്ചവരോട് നിങ്ങൾ ബന്ധം ചേർക്കൂ എന്നാണ്. അതാണ്. ഒരു ചിരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക നമുക്കൊരു പ്രയാസവുമില്ല, അല്ലേ? വളരെ എളുപ്പമാണ്. ഇങ്ങോട്ട് ചിരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്. പക്ഷേ നിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി, അല്ലേ, മാറി നടക്കുന്ന സ്വന്തം സഹോദരനോട് എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കാൻ കഴിയുന്നതിലാണ് ഈമാൻ കുടികൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലേ, അങ്ങോട്ട് ഈഗോ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈഗോ മാറ്റി വെക്കുന്നത്, ഈഗോ മാറ്റി വെച്ച് ഒരൊറ്റ കോള്, ഒരൊറ്റ വാക്ക്, അല്ലേ, സുഖാലേക്ക, അല്ലേ, സുഖാലേ സഹോദരി പെങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ശരിക്കും തുറക്കപ്പെടുന്നത് സ്വർഗത്തിൻ്റെ കവാടമാണ് എന്ന ബോധ്യമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പല ആളുകളും ധരിച്ചതുപോലെയല്ല, പ്രത്യേകിച്ച് ഈ റമളാൻ മാസം ഉണ്ടല്ലോ, എല്ലാ കേടായ ലൈനും നന്നാക്കുന്നൊരു സമയമാണ് ഈ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ. പല കേടായിപ്പോയ ലൈനുകളും, അപ്പോൾ അങ്ങനെയുള്ള ലൈനുകളൊക്കെ ശരിയാക്കി ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത്, എവിടെങ്കിലും ശക്തി കുറഞ്ഞിട്ടുണ്ടോ, പൊട്ടാനായിട്ടുണ്ടോ, അതൊക്കെ വിളക്കെ ചേർത്ത് ആ നിലക്ക് മുന്നോട്ട് പോകാൻ മുന്നോട്ട് വരേണ്ടുന്ന ഒരു സന്ദർഭമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഈ പാസ്വേഡ് മറന്നുപോയാൽ എന്താ ചെയ്യുക, നമ്മൾ അല്ലേ, എന്താ ചെയ്യുക, പാസ്വേഡ് റീസെറ്റ് ചെയ്യും, അല്ലേ? അങ്ങനെ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഈ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഉപമമുണ്ട്. മനുഷ്യന്മാർ എങ്ങനെയാണ് അവരുടെ സാമൂഹിക ജീവിതം എന്ന് പറയുന്നിടത്ത് അതൊരു ശരീരത്തിലെ അവയവങ്ങൾ പോലെയാവണം എന്ന് പറയുന്നുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ യതസ്തക്ക മിൻഹു ഉളുവൻ, ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിന് ഒരു പനി ബാധിച്ചാൽ, ഒരു വേദന ഉണ്ടായാൽ എങ്ങനെയാ, തദാഅലഹു, ആ അവയവത്തിൽ പങ്കുചേരുന്നു സായിറുൽ ജസദ്, ശരീരത്തിലെ മറ്റ് ഭാഗങ്ങൾ, ബിസ്സഹിരി, ഉറക്കമൊഴിച്ചും, വൽഹുമ്മ, പനിച്ചും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വേദന വരുമ്പോൾ കണ്ണ് കരയും, കണ്ണീര് ഒലിപ്പിക്കും, അല്ലേ? വായ നിലവിളിക്കും, മറ്റ് ശരീരഭാഗങ്ങളൊക്കെ അതിനോടൊപ്പം പനിച്ചും വേദനിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടും. ഇതാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതമെങ്കിൽ, പ്രത്യേകതയെങ്കിൽ, കുടുംബത്തിലെ ഒരാൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ മാറി നിൽക്കലല്ല നന്മ, അതിനോടൊപ്പം നിങ്ങളൊക്കെ നമ്മുടെ ഒരു ശരീരം, നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ എങ്ങനെയാണ് എനിക്ക് സുഖമായി കിടന്നുറങ്ങാൻ കഴിയുക? എൻ്റെ സഹോദരി കണ്ണീര് കുടിക്കുന്നെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ചിരിക്കാൻ കഴിയുക? ആ സന്ദർഭത്തിൽ ഉറങ്ങാനും ചിരിക്കാനും എനിക്ക് സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ഈമാൻ അപൂർണമാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഇതാണ്, ലാ യദ്ഖുലു അൽ ജന്നത്ത ഖാതിഉൻ, ലാ യദ്ഖുലു അൽ ജന്നത്ത ഖാതിഉ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടകൂല. അവൻ എത്ര നല്ല ഇബാദത്ത്. ഇപ്പം നമ്മുടെ പള്ളിയിൽ പോയാൽ കാണാം, ഒന്നാമത്തെ സഫിൽ അദ്ദേഹം നേരത്തെ വരും, ലോറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, വളരെ ഭക്തിയോടുകൂടി ഏകാഗ്രതയോടുകൂടി നമസ്കാരത്തിൽ പങ്കുചേരും, നമസ്കരിച്ച് കണ്ണീരൊലിപ്പിച്ച് കൈകൾ ഉയർത്തി മേൽപോട്ട് ഉയർത്തി അദ്ദേഹം അങ്ങനെ ദുആ ചെയ്യും. വീണ്ടും സുന്നത്ത് നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹം തൻ്റെ അമ്മാവനെ കാണുന്നത്. അമ്മാവനെ കണ്ടപ്പോൾ തന്നെ എന്താ ചെയ്യുക, പെട്ടെന്ന് മുഖം തിരിച്ച് ഒരൊറ്റ നടത്താൻ. അമ്മാവനായിട്ട് നല്ല ബന്ധമില്ല, അല്ലേ?
നിങ്ങൾ കാണുന്നില്ല, റമദാൻ മാസമൊക്കെ ഭയങ്കര ഇഫ്താർ സംഗമങ്ങൾ, വലിയ പരിപാടി, നോമ്പ് തുറയൊക്കെ സംഘടിപ്പിക്കും അല്ലേ? അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എവിടെ മൂത്ത് മൂപ്പറില്ല, അതെന്താ? ഒന്നുമില്ല അല്ലേ? വിളിച്ചിരുന്നോ? വിളിച്ചില്ല. എന്താ? അതാവുമല്ല, എന്നെ കൊണ്ട് മൂപ്പരെ വിളിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള അകലം. പിന്നെ ഈ ഇഫ്താർ കൊണ്ട് എന്താ, ഈ നോമ്പ് കൊണ്ട് എന്താ കാര്യം? നേരത്തെ പറഞ്ഞ വ്യക്തി പള്ളിയിൽ നിന്ന് ആ വിധം പ്രാർത്ഥിച്ചിട്ടെന്താ ആ പള്ളിയുടെ മോദായത്തിൻ്റെ മീത പ്രാർത്ഥന പോവില്ലല്ലോ. അതുകൊണ്ടാണ് ആ നിലക്കുള്ള ബന്ധം മുറിച്ചുള്ള ഒരാരാധന കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. അവർ സ്വർഗം അവർക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കൊക്കെ വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നസീഹത്തിലൂടെ പറയാനുള്ള കാര്യം, നമ്മളൊക്കെ ബന്ധങ്ങൾ നന്നാക്കി ആരൊക്കെയായിട്ടാണ് ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. നാം ആരുമൊക്കെയായിട്ടോ നമുക്ക് അകൽച്ചയുള്ളത്, നമുക്ക് പ്രശ്നമുള്ളത് അല്ലേ? അതിനുള്ള സമയമാണിത്. ലൈനൊക്കെ കറക്റ്റ് ചെയ്യേണ്ട, നന്നാക്കുന്ന സമയമാണ്. ജസ്റ്റ് ഒരു ഫോൺ കോൾ ഇനഫ്. ആ കോൾ മാത്രം മതി അള്ളാഹുവിൻ്റെ റിള കിട്ടാനും സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് നേരെ തുറക്കപ്പെടാനും എന്ന ഒരറിവാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: അർറഹീമു മുഅല്ലഖത്തും ബിൽ അർഷ്. കേട്ടോ, കുടുംബ ബന്ധം ശരിക്കും തൂങ്ങിക്കിടക്കുന്നത് അർഷുമായിട്ടാണ്. ബന്ധം എവിടെയുള്ളത്? അത് അല്ലാഹുവിൻ്റെ അർഷിലാണ്. അതിങ്ങനത്തെ കൂൽ, ആ അർഷിൽ തൂങ്ങിക്കിടക്കുന്ന കുടുംബ ബന്ധം വിളിച്ചു പറയും അത്രേ. എന്താണ്? മൻ വസലനി, എന്നെ ആരെങ്കിലും ചേർക്കുന്നുവെങ്കിൽ, ഈ ബന്ധം പറയാൻ പിണങ്ങി നിൽക്കുന്ന ഒരു മൂത്ത സഹോദരനുമായിട്ട് മൻസൂർക്ക ഇവിടുന്ന് ഇപ്പം വിളിച്ചിട്ട് ലേക്കാ സുഖം തന്നെയല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർഷിൽ തൂങ്ങിക്കിടക്കുന്ന ആ സ്വില, കുടുംബ ബന്ധം പറയും അത്രേ, വസലഹുല്ലാഹ്, അവനെ അള്ളാഹു ചേർക്കട്ടെ എന്ന്. അള്ളാഹു ചേർത്ത് പിടിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇനിയോ വമൻ ഖതഅനി, എന്നെ ആരെങ്കിലും മുറിച്ചാൽ, ഞാനുമായുള്ള ബന്ധം ആര് വിച്ഛേദിക്കുന്നുവോ, ഖതഅഹുല്ലാഹ്, അവനുമായുള്ള ബന്ധം അള്ളാഹുവും വിച്ഛേദിക്കട്ടെ, മുറിച്ചു കളയട്ടെ എന്ന് കുടുംബ ബന്ധം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ, ഒരു ബന്ധം ചേർക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. ഈ കാര്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ആരുമായും പിണക്കം വേണ്ട, ആരുമായിട്ടും വിദ്വേഷം വേണ്ട, വെറുപ്പും വേണ്ട, ഒന്നും വേണ്ട. എന്തിനാ ഇതൊക്കെ അല്ലേ? ഒരു നിമിഷം കൊണ്ട് തീരുന്ന ജീവിതം അല്ലേ? ഒരു പനി വന്നാൽ മതി, അത് ക്യാൻസറാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്ട്രോക്കാണ്, അവിടെ കഴിഞ്ഞു. ഒന്ന് പൊരുത്തപ്പിടിക്കാൻ പിന്നെ അല്ലേ? ലാ യസ്തതിഊന, എന്താണ് സൂറത്തു തൗസിയത്തൻ, വെരി ഗുഡ്, വലാ ഇലാ അഹ്ലിഹിം യർജു. ഒരു വസിയ്യത്ത് പറയാനോ സ്വന്തം കുടുംബത്തിൽ എത്തിച്ചേരാനോ കഴിയാത്ത വിധം വഴിയിൽ മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ട ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് മനസ്സ് നന്നാക്കുക, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ റിളക്ക് വേണ്ടി കൊതിക്കുക, പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. അള്ളാഹു നമ്മയെല്ലാം കുടുംബ ബന്ധം ചേർത്തി മരിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.